ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ പെട്ടെന്നൊരു ബിയർ റാങ്കിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ ഗൈസ്, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഗൈസ് നമുക്ക് ഇൻട്രോ ഒന്നും എടുക്കാണ്ട് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ബിയർ റാങ്കിനാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എപ്പോഴും വന്നതിന് ക്ലോക്ക് ടവറിലാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോഴും ക്ലോക്ക് ടവറിലാണ് ഗൈസ് വന്നിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആരും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കുക. നമ്മളെ മാക്സിമം ആയിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ വന്നിറങ്ങുന്നത് ഗൈസ് ഒരു എനിമി നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഫസ്റ്റ് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. ഗൈസ് മണ്ടയിൽ ഒരുത്തം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നോക്കാം ഗൈസ്, നമുക്ക് ഫസ്റ്റ് ലൂട്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ആകട്ടെ. ഓക്കെ, ഗണ്ണൊക്കെ സെറ്റ് ആകട്ടെ. ഗൈസ് കാറ് കിട്ടി, നമുക്ക് ഇനി ഇങ്ങോട്ടൊക്കെ വരാം ഗൈസ്. ഓക്കെ നോക്കാം ഗൈസ് എത്ര ഗണ്ണ് നമുക്ക് ഏതൊക്കെ ഗണ്ണ് കിട്ടും നോക്കാം. എനിക്കൊരു UMP MP40 എന്തിലൊക്കെ വേണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പുറത്തും എനിമീസ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് മാപ്പിൽ കാണാതിരിക്കാം. ഗൈസ് താഴെ ഒരു MP5 ഞാൻ ഒന്ന് നോക്കി ഗൈസ്, താഴെ ഒരു ചാടി ഗൈസ് താഴെ MP5 എടുത്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ലെവൽ 3 ബാഗ് വേണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലെവൽ 3 ബാഗാണ് വേണ്ടത്. ഗൈസ് നമുക്ക് ഈ ഒരു കോയിനൂടെ എടുത്തിട്ട് ഇവിടുന്ന് കുറച്ച് ലൂട്ടൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് ലെവൽ 3 ബാഗ് പോയി എടുക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരെ നമ്മളെ സബ്സ്ക്രൈബിലേക്കും ചെയ്തിട്ടില്ലെങ്കിൽ ഗൈസ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളെ സബ്സ്ക്രൈബിലേക്കും ചെയ്യാം നമ്മളെ. അപ്പം അത് മാത്രമല്ല ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രമേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം നിങ്ങൾ ചെയ്തേക്കും. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് എത്രമാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും മാത്രം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 600 സബ്സ്ക്രൈബേഴ്സ് ആകും ഗൈസ്, കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും നമ്മളെ 600 സബ്സ്ക്രൈബേഴ്സ് അടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടുന്ന് സ്കാറിന് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, MP5 ബുള്ളറ്റ് എടുക്കുന്നുണ്ട് ഗൈസ്. അവിടെ ഒരു ഗ്ലൂവാളിൻ്റെ ബാക്കിൽ അങ്ങോട്ട് എനിമിയും കാര്യങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് റഷ് അടിച്ച് നോക്കാം ഗൈസ്. ഇവിടെ ഒരു SKS എടുക്കുന്നത് ഗൈസ്, നമുക്ക് സ്കാറിന് ഒരു SKS എടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം ഗൈസ് ഇവിടെ എനിമി ഉണ്ടോ. ഓക്കെ ഉണ്ട് ഗൈസ്, അതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ പുറമില്ല, അതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു എനിക്ക്. അവിടെ നിന്നാണ് വെടിശബ്ദം കേൾക്കുന്നത് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഗൈസ്, മിക്കവാറും ഇതിൻ്റെ ഉള്ളിലായിരിക്കും. നമുക്ക് നോക്കാം ഗൈസ്, ഇതിൻ്റെ ഉള്ളിലുമല്ലേ വെളിയിലാണെന്ന് തോന്നുന്നത്. താണ്ടേസ് ഒരു തോടുന്ന് താണ്ടേസ്. ഓക്കെ താണ്ടേസ് അവന്മാർ 2 അവന്മാരുണ്ടായിരുന്നു. ഒരുത്തന്നെ അവൻ നോക്കാക്കിയെന്ന് തോന്നുന്നു. നമുക്ക് മതിലിന് കൊണ്ട് ഒരു ചാടി അടിക്കാണ്ട് നോക്കിയത് പറ്റുന്നില്ല ഗൈസ്. നമുക്ക് DJയിലൊക്കെ ഒരു റഷ് അടിക്കാം. 2 അവന്മാരുണ്ട് ഗൈസ്. ഒന്നൊക്കെ ഗൈസ് അവൻ മൂവായിട്ട് നമ്മളൊന്നും നോക്കില്ല, അവനെ അടിച്ച് ഉറക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ അകത്ത് ഇടണമല്ലോ. ഓക്കെ ഗൈസ് അവനെ അടിച്ച് അങ്ങനെ നോക്കാക്കി. 2 അവന്മാരുണ്ട്, ഒരുത്തൻ ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ, ഒരുത്തൻ ഗ്ലൂവാളിൻ്റെ വെളിയിലും. ഗൈസ് നമ്മൾ ഗ്ലൂവാളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ അവൻ്റെ ലൂട്ടൂടെ എടുക്കാം, ഇവൻ്റെ ലൂട്ടൂടെ ഇനി എടുക്കായിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് MP5 നല്ല ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവൻ്റെ അടുത്ത് പീണായിട്ട് പിന്നെ അവിടെ പുതിയതായിട്ട് വന്ന ഒരു ഗണ്ണുമാണ് ഉള്ളത്. ഗൈസ് പുതിയതായിട്ട് വന്ന ഗണ്ണിൻ്റെ പേര് എനിക്ക് എന്തായിരുന്നില്ല അറിയാവുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തത്. ഓക്കെ, അതുപോലെ ഗൈസ് എത്ര പേർക്ക് ആ ഒരു ഗണ്ണ് വെച്ച് ഹെഡ് ഷോട്ട് അടിക്കുക എന്നുള്ളതോടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അതുമാത്രമല്ല നിങ്ങളുടെ BR റാങ്കിലെയും CS റാങ്കിലെയും റാങ്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതായത് ഹീറോ, മാസ്റ്റർ അങ്ങനെ ഏതാ റാങ്ക് എന്നുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതുപോലെ എത്ര പേര് പീക്ക് പോയി ഇറങ്ങിയിട്ട് മാക്സിമം ഒരു 5 കില്ലെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോന്നൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം ആർക്കും അങ്ങനെ പെട്ടെന്ന് പീക്കിൽ കില്ലങ്ങനെ കിട്ടത്തില്ല. കാരണം എല്ലാം ചാടി ഇറങ്ങുക, അടിക്കുക, തീർക്കുക. പിന്നെ ടീമേറ്റ് ആണെങ്കിൽ റിവൈവ് അടിക്കുക, സോളാണെങ്കിൽ തന്നത്തെ റിവൈവ് വരിക. അങ്ങനെയൊക്കെ കാണും. ഓക്കെ, ഞാൻ അതാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് സോളോ ആയിട്ട് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്കോഡായിട്ട് കളിക്കുന്നുണ്ട്, ഡു ആയിട്ട് കളിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും സ്പീക്കിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്, ഇവിടെ ഒന്നും എനിമീസ് ഇല്ല. നമ്മൾ കോഡ് ഇട്ടുകൊണ്ടാണ് സ്പീഡിലോട്ട് പോകുന്നത്. ഇതിയാണെങ്കിൽ സ്പീഡും ഇല്ല. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും എനിമിയെ കണ്ടിട്ട് കാണാം ഗൈസ്, അല്ലെങ്കിൽ വീട് ഭയങ്കര ലോങ് ആവും. അങ്ങനെ ഗൈസ് നമ്മൾ ഈ പീക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഗൈസ് കോഡ് ഇട്ട് നോക്കി ഗൈസ് ഇവിടെ ആയിട്ട് എടുത്ത് ഇരിക്കുന്നതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കി ഗൈസ് നമ്മൾ കയറി വന്ന് അവനെ കണ്ട് അവനെ ഹെഡ് ഷൂട്ട് അടിച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവൻ ലൂട്ട് കുമ്പായിരുന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് അവൻ്റെ കയ്യിൽ MP5 ഉണ്ട് ഗൈസ്. നമുക്ക് ഇതാണ് ഗൈസ് ഇത് വാങ്ങിക്കണം, ഇൻഹീലർ. ഓക്കെ, ഇത് വാങ്ങിക്കണം ഗൈസ്. ഓക്കെ, നമ്മളൊരു ബുള്ളറ്റ് ഇൻഹീലർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എനിമീസ് കാണുക പറഞ്ഞ് തീർന്നില്ല ഗൈസ്. അവിടെ ആയിട്ട് തന്നെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ ഒരു കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. അതുകൊണ്ട് അവിടെ ഗൈസ് ഇവൻ്റെ നെറ്റ് പോയെന്ന് തോന്നി. ഇവൻ്റെ റിവൈവ് ചെയ്ത് പക്ഷെ ഇവൻ്റെ നെറ്റ് പോയി, അതാണ് സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കോഡ് ഇടുന്നുണ്ട്. ഓക്കെ, കോഡ് ഇട്ടിട്ട് പോകണം ഗൈസ്, ഇല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ഇവിടെ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ കളി നമുക്ക് എങ്ങനെയൊക്കെ ബുയ്യടിക്കാം. ഞാൻ പറഞ്ഞ ഗൈസ് ഇപ്പോൾ റിവൈവ് വന്നേ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും എനിമീസിനെ കണ്ടിട്ട് ഇനി നമുക്ക് വീഡിയോ റെക്കോർഡാവും.
അപ്പോൾ നമ്മൾ താഴോട്ട് പോകാൻ നേരത്തെ ഇതാണ് ആ ഒരു ഡ്രോപ്പിൻ്റെ അവിടെ ഒരു ചുമപ്പ് കത്തുന്നുള്ളൂ കേസ്, അതായത് അവിടെ എനിമി ഉണ്ടെന്നാണ് അർത്ഥം. നമ്മളാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ നമ്മൾ എനിമിയെ കണ്ടിട്ടുണ്ട്. ഓക്കെ അവൻ അവിടെ കവറിട്ട് നിൽക്കുന്നുണ്ട് കേസ്. ഒന്ന് നോക്കിയില്ലേ നമ്മുടെ SKS 2 വെടിയോ അങ്ങോട്ട് കൊടുത്ത് അവൻ അവിടെ നിന്ന് നോക്കാക്കി, അതായത് അവൻ ഞങ്ങൾ കില്ലങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹീൽ ചെയ്ത് പോകണം, കാരണം സോണിനകത്ത് വിട്ട് അറിയാലോ നമുക്ക്. അപ്പം ഇപ്പോൾ എങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ സോണിനെ അപ്പുറത്ത് ചാടണം. ഓക്കെ ഗസ് നമുക്ക് എങ്ങനെയൊക്കെ ബുയ്യ അടിക്കണം, അതാണ് നമ്മൾ ലക്ഷ്യം. ഇങ്ങനെ ചാവില്ല. ഓക്കെ സോണിനകത്ത് പിന്നെ നമ്മൾ പെട്ടെന്ന് ചാവത്തില്ല ബിയറായെങ്കിൽ. ഓക്കെ പൈസ എനിക്ക് എവിടുന്നോ ഒരു വെടി കിട്ടിയോ എന്ന് എനിക്കൊരു സംശയം പോലെ. ഓക്കെ എവിടുന്നോ എനിക്കൊരു വെടി കിട്ടിയതിൻ്റെ കൂട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പൈസ പറഞ്ഞില്ലേ എനിക്ക് എവിടുന്ന് ഒരു വെടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ നമ്മൾ അതാണ്ട് ഫുൾ മെഡിങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. സോണിൻ്റെ അകത്തുനിന്നായിരുന്നു നൈസ്. ഓക്കെ നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് പോയിരിക്കാം, നമുക്ക് നോക്കാം അവ എവിടെയാണെന്നുള്ളത്. ഓക്കെ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഒരുത്ത വരുന്നത് സോണായതുകൊണ്ട് എനിക്ക് അവിടെ കണ്ടില്ല. മിക്കവാറും മേളിലോട്ട് റഷ് അടിക്കും. നമുക്ക് നോക്കാം. അവൻ റഷ് അടിക്കും. ഞാൻ പറഞ്ഞില്ലേ അവൻ റഷ് അടിക്കും. കണ്ടോ ശിവന്മാരൊക്കെ നമുക്കറിയത്തില്ല. ഇവന്മാർ റഷ് അടിക്കുന്ന വെച്ചാൽ റഷ് അടിക്കും. അവൻ്റെ MP40 ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ കാരണം അവൻ കുത്തി പിടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു MP40 കാണണം. എനിക്കറിയായിരുന്നു MP40 ഉണ്ടെന്ന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ വേറെ ഒരുത്തോടെ വരുന്നെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, വേറെ ഒരുത്തോടെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം, അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഓക്കെ ഇവിടെ മുമ്പ് നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം കുറേമാരുടെ ലൂട്ട് ബോക്സൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കെന്തായാലും പോകാം, അങ്ങോട്ടൊക്കെ പോയി നോക്കാം. അങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു എനിമിയെ കാണാതിരിക്കത്തില്ല. പക്ഷേ എനിക്കൊരു വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ എനിക്ക് എവിടെയോ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ എനിമി കാണും, കാരണം അവസാനത്തെ സോൺ ഇവിടെയാണ്. നമുക്ക് ഇതാണ്ട് പറഞ്ഞു തീരുന്നത് വേണ്ടേ ഒരു മോൺസ്റ്റർ ട്രക്കി വരുന്നതാണ്ട് പറഞ്ഞു തീരുന്നില്ല. കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഇവന്തോടെ നിർത്തി ഇവൻ ചാവാത്തേ, നല്ല ഡാമേജ് ഉണ്ടല്ലോ. ഓക്കെ ചത്തേത് അവൻ നേരത്തെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവൻ ചത്തില്ല. ഇപ്പോഴാണ് അവൻ ചത്തത്. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോകാം. ഇനിയാണ് നമ്മൾ സൂക്ഷിച്ച് കളിക്കേണ്ടത്. ഈ ഒരു എനിമിയും കൂടെ, അതായത് ഇവിടെ ഇപ്പോൾ എന്തായാലും ഒരു എനിമി വരും കാരണം ലാസ്റ്റ് സോൺ ഇങ്ങോട്ടാണ്. അവനെയും കൂടെ ഒരു കില്ലെടുത്താൽ നമ്മൾ ഈ ഒരു കളി ബുയ്യ അടിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് കളിക്കേണ്ട ഒരു കളിയാണ്. അവസാനത്താണ് ഈ ബുയ്യ അടിക്കാൻ നിൽക്കുമ്പോൾ ഈ ഒരു കളി, അഥവാ എനിമി വല്ല എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റി എനിമി അടിച്ചിട്ട് അവന് ബുയ്യ പോവും. ഇപ്പോൾ നമുക്ക് ബിആർ ഒരു 6, 8, 10, 12 ബുയ്യ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ ആ ഒരു എനിമി മതി, ഒറ്റ എനിമിയാണ് നമ്മുടെ കയ്യിൽ ബുയ്യ സ്ട്രൈക്ക് പോകാൻ. അവസാനം വരെ എത്തിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒറ്റ എനിമിയാണ് നമ്മുടെ ബുയ്യ സ്ട്രൈക്ക് പോകുകയും. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കളിക്കുക മാക്സിമം. അപ്പോൾ നമുക്ക് ഇവിടെ ആകെ ആ ഒരു വീടുണ്ടല്ലോ ഒരു വെള്ള പെയിൻ്റ് അടിച്ച ആ ഒരു വീടാണ്. ആ ഒരു വീടിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ എനിമി വരുവാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് കാണത്തില്ല. നമ്മളിവിടെ വരെ ഒളിച്ച് നിന്നാൽ പെട്ടെന്ന് കാണും. ഓക്കെ നമുക്ക് ഇവിടെ കിടക്കാം. ഓക്കെ ഇപ്പോൾ എവിടെയെങ്കിലും നിന്നൊക്കെ ഒരു വണ്ടി വരും മിക്കവാറും. കാരണം എന്തായാലും സോണി നടന്നു വരത്തില്ല അവന്മാരൊന്നും, കാണാൻ എന്തെങ്കിലും ഒരു വണ്ടി എടുക്കും. നോക്കാം എവിടെന്നെങ്കിലുമൊക്കെ ഒരുത്തം വരുന്നത്. എന്താ ഇവന്മാരൊന്നും വരാത്തേ? ശിവന്മാർ വരണ്ടാന്നല്ലോ, എന്താ വരാത്തേ? നോക്കാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരിക, അല്ലൊക്കെ വരും നമ്മുടെ കൺമുന്നിൽ തന്നെ മതിയാട്. സോണ്ടേ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാണ്ടേ. ഇവിടുന്ന് ചെറുനേരൊന്നും ഡാമേജ് അവന് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് നോക്കാം അവൻ നമ്മളെ കണ്ടോന്ന് എനിക്കൊരു സംശയം. ഇല്ല ഇങ്ങോട്ട് വരുന്നേ. നമുക്ക് MP40 എടുത്ത് കൈ പിടിച്ചാലും സോണ്ടേ നമുക്ക് MP40 എടുക്കാം. എൻ്റെ മണ്ടയിലോട്ട് കയറാനുള്ള പരിശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മണ്ടയിലോട്ട് കയറി പോയി ഇവിടുന്ന് താഴെ നിന്ന് തന്നെ MP40 വെച്ച് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അവൻ മേളിൽ പോയി ഗ്ലൂ ആൾട്ട് നമ്മൾ മറ്റേ ഗ്ലൂ ആൾ പിടിക്കുന്ന ഒരു സാധനം എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗ്രനേഡ് കറക്റ്റ് ഇന്നൊന്നും കിട്ടുന്നില്ല. ഞാൻ ചുമ്മാ അറിയാം എവിടെയെങ്കിലുമൊക്കെ പോയി വീഴട്ടെ. ഓക്കെ ഗ്രനേഡ് എടുത്തെറിഞ്ഞ് അവൻ പിന്നെ ഗ്ലൂ ആൾട്ടോ ഇത് വേണ്ട നമുക്ക് ഒരു ഗ്ലൂ ആളിലാണ് ഞാൻ ഇപ്പോൾ കവർ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ നമുക്ക് നോക്കാം. അവൻ എന്തായാലും ഇങ്ങോട്ട് തലയിടുന്നു. പറയൂ ആണോടെ ഗസ് 74 കയറി ഗസ് അവൻ കവർ ചെയ്യാനായിട്ടായിരിക്കും അവിടെ ഒരു പെട്ടി കണക്ക് തയ്തിട്ട്. ഞാൻ എൻ്റെ പേര് മറന്നുപോയി. 74, 76, 88 കേസ് നമ്മൾ താഴെ ചാടിയിട്ടുണ്ട്. ഓക്കെ കേസ് സോൺ അവിടുന്ന് വരുന്നുണ്ട്. ആ സ്കൈലർ ഇട്ടാന്ന് നമ്മുടെ ഗ്ലൂവാളൊക്കെ പൊടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ്ടാ അവന് മെഡില്ലെന്ന് തോന്നുന്നു. 99 എങ്ങനെയൊക്കെ കളി എടുക്കണം. ഗൈസ് ആ ജസ്റ്റ് മിസ് ചെയ്ത് അവിടെ സ്കോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ കളി എടുക്കായിരുന്നു. അവന് ഹെഡ് കയറിയത്. നമുക്ക് ഒരു 2 ഗ്ലൂവാളിട്ട് അങ്ങോട്ട് റഷ് അടിക്കാം. MP40 ഉണ്ടല്ലോ കയ്യിൽ.
നാളെ നമ്മൾ ഗ്ലൂ വാൾ ഇടുന്നുണ്ട്. നാളെ നമ്മൾ ഈ ഒരു ക്യാരക്ടർ സ്കില്ലിട്ട് അത്ര ഉള്ളു ഗൈസ്. നമ്മളങ്ങോട്ട് ഹെഡ് അടിച്ചിട്ടുണ്ട്. ഓക്കെ സാരിക്കളി ബുയ്യും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഡയമണ്ടിൽ നിന്ന് നമുക്ക് ഏതാണ്ട് 75 75+ കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക.